കങ്കുടെ ടീസർ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ അപ്പോഴും ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ബാക്കിയുണ്ട്. കാരണം ഇതൊരു പീരീഡ് ബേസ്ഡ് മൂവി അല്ല. നമ്മൾ ഈ കാണുന്ന സാധനങ്ങളെ അല്ല നമ്മൾ സിനിമയിൽ കാണാൻ പോകുന്നത് അതിൻ്റെ എൻറ്റയറിറ്റിയിൽ. കാരണം ഒരു 2.5 മണിക്കൂർ സിനിമയുടെ ഒരു 10 മിനിറ്റൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട് ഈ സാധനം. സോ 7-ാം അറിവിൻ്റെ അതേ അവസ്ഥ തന്നെ ആവും ഇതിന് എന്നുള്ളത് പിന്നെയും ഓരോ സാധനങ്ങൾ വരുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഇതിൽ ഇവർ റിലീസ് ചെയ്തിട്ടുള്ളത് മുഴുവൻ ഇങ്ങനത്തെ സാധനങ്ങൾ മാത്രം. അതിൻ്റെ പ്രൊമോ മെറ്റീരിയൽ, അതിൽ ഇറങ്ങുന്ന ഫസ്റ്റ് ലുക്ക് പോസ്റ്റേഴ്സ്, ഞാനിപ്പോൾ ഈ ടീസർ അടക്കം ഇതിൽ ആ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം ഇതിൽ കാണിക്കുന്നുള്ളൂ. അത് കാണാൻ രസമുണ്ട്. അതിലും കുറച്ചൊക്കെ ഇഷ്യൂസ് എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തോന്നി. ചില VFXിലെ കുറച്ച് കാര്യങ്ങളും. ദെൻ ഇതിൻ്റെ കഥ നന്നാവണം. അണ്ണാത്ത പോലെ ഒരു സാധനമൊക്കെ എടുത്ത് വെച്ചാൽ അറിയില്ല. ശരി, അതെന്തോ ആവട്ടെ. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ കണ്ട ടീസർ രസമുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ അവിടെ മിസ്സിങ് ആണ്. ശരിയാണ്, ടീസറിൽ അതൊന്നും കാണിക്കാൻ സമയമില്ല. പക്ഷേ ഇത് മാത്രം കാണിച്ച് ആൾക്കാരെ പറ്റിച്ചിട്ട് തിയേറ്ററിലേക്ക് കയറ്റരുത് എന്നും കൂടി ഉണ്ട്. ഫുൾ ലെങ്ത് ട്രെയിലർ വരുമ്പോഴായിരിക്കും ഇതിൻ്റെ ശരിക്കത്തെ അവസ്ഥ മനസ്സിലാവുക. ഞാൻ കേട്ടതനുസരിച്ച് ഇതൊരു 10-15 മിനിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഏറിപ്പോയി ഒരു അരമണിക്കൂർ. എന്നാലും പോട്ടെ, ബാക്കി പോർഷനാണ് നന്നാവേണ്ടത്. ഇത് ഗംഭീരമായിട്ട് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ 7-ാം അറിവിൽ കണ്ട പോലെ തന്നെ ആദ്യത്തെ ആ ഒരു 20 മിനിറ്റ് പ്രേക്ഷകർക്ക് കിട്ടിയ ആ ഒരു തിയേറ്ററിൽ എഫക്റ്റ് എന്തായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയില്ല. അത് കണ്ടപ്പോൾ അങ്ങനത്തെ ഒരു സാധനം സൂര്യയുടെ അടുത്ത കാലത്ത് പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല. പേഴ്സണലി ഞാൻ ഒരു സൂര്യ ഫാനാണ്, ഇപ്പോഴും ആണ്. പേഴ്സണലിയും പ്രൊഫഷണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് സൂര്യ. അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കണ്ടന്റുകൾ, ജോണേഴ്സ് ഒക്കെ തന്നെ വേറെ ആരും ചെയ്യാത്ത, എല്ലാ ജോണേഴ്സും ഒന്ന് ടച്ച് ചെയ്ത് പോകുന്ന ഒരു ആക്ടറാണ്. അതിൽ ഒരുപാട് ഏറ്റക്കുറച്ചുകൾ നമ്മൾ അവിടെയൊക്കെ കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ നല്ലൊരു റണ്ണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അതിൽ ഒരു ഡൗൺഫോൾ ആവരുത് ഈ സിനിമ എന്നും കൂടി ഉണ്ട്. പക്ഷേ ഫാൻസിന് അർമാദിക്കാനുള്ള നല്ലൊരു തിയേറ്ററിക് എക്സ്പീരിയൻസ് തരുന്ന കുറേ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു. കുറേ കൂസ് മൊമെൻറ്റ്സും കുറേ ഒരു ഫാൻ ഫേവറേറ്റ് മൊമെൻറ്റ്സ് ഒക്കെ ഫില്ല് ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ ശിവ ഒരുക്കുന്നുണ്ടാവുക എന്ന് ടീസർ പ്രോമിസ് ചെയ്യുന്നുണ്ട്. ഇല്ലെങ്കിൽ അവിടെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി ആയിരിക്കും. പക്ഷേ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള നല്ലൊരു ചിത്രം ആവുമോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. എനിക്ക് ഈ ടീസർ ഓക്കെയാണ്, ട്രെയിലർ കണ്ടാലാണ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം മനസ്സിലാവുള്ളൂ. ഇത് വെച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. ഇതെന്താണ് അവസ്ഥ എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാനീ പറഞ്ഞ പോലെ ഒരു 3 മണിക്കൂർ പടത്തിനില്ല, ആ ഒരു 10 മിനിറ്റേ ഉള്ളൂ ഇതെങ്കിൽ ഇവർ തീർന്ന്. സോ ഒരു പിടുത്തില്ല. പക്ഷേ കണ്ട സാധനം രസമുണ്ട്. ഒരുപക്ഷെ ഇവർക്കിത് ഫുൾ ലെങ്ത് മൂവി ആക്കി മാറ്റാം. അതിനുള്ള കണ്ടൻറ്റൊന്നും വരില്ല എന്ന് തോന്നുന്നു. എനിക്ക് ഈ സാധനം കണ്ടപ്പോൾ ഒരു ഇൻട്രോ സോങ്, ഒരു ഇൻട്രോ ഫൈറ്റ്, ദെൻ ഒരു 10 മിനിറ്റ് ഒരു 2 ക്യാരക്ടേഴ്സും കൂടെ ഉള്ള ഒരു 1-on-1 സാധനം, അതുകൂടി കഴിഞ്ഞാൽ തീർന്നു എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ. ഈ സാധനങ്ങൾ റിപ്പീറ്റ് അടിച്ചിട്ടാണ് ഇവർ കാണിച്ചത്. ജസ്റ്റ് ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഒന്നും കാണിക്കാനുള്ള സമയമൊന്നും എനിക്ക് തോന്നുന്നു സിനിമയിൽ ഇല്ല എന്നാണ്. കുറേ ക്യാരക്ടേഴ്സൊക്കെ ഇനി വരാൻ, ദിശാ പട്ടേനൊക്കെ ഉണ്ട്. പക്ഷേ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ടീസർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എനിക്ക് ആ മറ്റേ കാര്യം ഈ കുറച്ച് നേരം ഉള്ളൂ എന്നുള്ളത് മനസ്സിൽ കിടക്കുന്നുള്ളത് കൊണ്ട് വലിയ എക്സൈറ്റ്മെൻറ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല. സോ എന്താണ് ഈ ടീസർ കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.